അപ്പോൾ ഈ വിഷയത്തിൽ അത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായാലും കേരളത്തിലെ UDF നേതാക്കന്മാരായാലും ഈ സംഭവത്തോട് എടുത്തിട്ടുള്ള നിലപാട് ഒരു സാമൂഹിക പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം എടുക്കേണ്ട സമീപനമാണോ എന്ന് നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഇതാ കിട്ടിപ്പോയി എന്ന് തോന്നുന്ന നിലയിൽ ഒരു സുംബ ഡാൻസ് കളിക്കുന്നത് പോലെയാണ് ചില പ്രസ്താവനകൾ ചില പ്രതിപക്ഷ നേതൃത്വത്തിലുള്ളവരുടെ ഭാഗത്തുനിന്ന് വന്നത്. ഇത് ശരിയാണോ? ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക പദ്ധതിക്ക് ഇവരെതിരാണ് എന്നുള്ളൊരു ചർച്ച പൊതുവെ സമൂഹത്തിൽ വന്നു. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പ്രതിപക്ഷം? പദ്ധതി മുടക്കുന്നതിന് തുല്യമല്ലേ എന്ന അഭിപ്രായം വ്യാപകമായി നാട്ടിലാകെ. അപ്പൊ പറയുന്നു പദ്ധതിക്ക് ഞങ്ങൾ എതിരാന്ന് പറഞ്ഞോ, പദ്ധതിക്ക് എതിരാന്ന് പറഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പദ്ധതിയായിട്ട് പോകരുത് എന്നാണ് സമീപനം. അങ്ങനെ ഒരു സമീപനം പാടുണ്ടോ? നിർമ്മാണത്തിലെ പ്രശ്നങ്ങളുടെ ചർച്ച ചെയ്യാൻ പരിഹരിക്കാം, എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് തുരങ്കം വെക്കുമെന്നുള്ള നിലയിലുള്ള സമീപനം ശരിയാണോ? ഒരു ആത്മപരിശോധന നടത്തണം. അത് കുറ്റബോധം കൊണ്ട് കൂടിയാണോ? ഈ പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ പാർട്ടി നയിച്ച സർക്കാരിന്റെ കാലത്തല്ലേ ഈ പദ്ധതി മുടങ്ങിപ്പോയത്? ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അന്ന് ശരിയായ നിലപാട് സ്വീകരിക്കാത്തതിന്റെ പിഴയടക്കുകയല്ലേ യഥാർത്ഥത്തിൽ ഈ 5550 കോടി? കേരളത്തിലെ UDFന്റെ ഗ്രൂപ്പ് കളിയുടെ പിഴയാണത്. അന്ന് തമ്മിലടിച്ചും ഗ്രൂപ്പ് കളിച്ചും ഭരിക്കാൻ നേരണ്ടായില്ല. അതിന്റെ പിഴയടച്ചതാണ് കേരളത്തിലെ ജനങ്ങൾ. ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. ഇന്ന് ഇത് മുടക്കാൻ കാണിക്കുന്ന ആർജവത്തിന്റെ 100-1 അന്ന് ഭരിക്കുമ്പോൾ ഇത് നടപ്പിലാക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഈ പദ്ധതി ഇന്ന് പൂർത്തീകരിച്ചേനെ. അപ്പോൾ UDF ഭരിക്കുന്ന സമയത്ത് അന്ന് ഗ്രൂപ്പ് കളിച്ചു, തമ്മിലടിച്ചും അഴിമതി നടത്തിയും സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലവും മുടങ്ങിപ്പോയൊരു പദ്ധതി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി LDF സർക്കാർ ഇടപെട്ടത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഞങ്ങൾ ഭരിക്കുമ്പോൾ നടപ്പിലാവാത്ത പദ്ധതി ഇനി ഒരു കാലത്തും നടപ്പിലാവണ്ട എന്ന നിലപാട് അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇപ്പോൾ എത്രയാ സീറ്റ്? 41 അത്രയാണ് അല്ലേ? 99 41 UDF. അതിന്റെ പകുതി പോലും സീറ്റ് ഇതാണ് നിലപാടെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. രണ്ട് വിഷയമാണ് നമുക്കറിയാം. ഇനി ഇതിൽ ഈ പറയുന്നത് പോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നവരുടെ ഭാഗത്ത് എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരട്ടെ എന്ന്. ആർക്കായാലും പ്രശ്നം? ഇവിടെ പറഞ്ഞല്ലോ ഇതിനെല്ലാവിധ നിലപാടും നടപടികളും. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടുപേരെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ആംഗിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും. അതാ പൊളിറ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞത്. ഇതിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കലാണല്ലോ രാഷ്ട്രീയ പ്രവർത്തകരായ ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം. നമ്മുടെയൊക്കെ ഈ പദ്ധതി മുടക്കണം എന്നാണോ ജനം ആഗ്രഹിക്കുന്നത്? അതാണ് ചോദ്യം. UDF പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പദ്ധതി LDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഒരടി മുന്നോട്ട് പോകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് തെറ്റാണ്. അത്ര എനിക്ക് പറയണം.